അപ്പോ പറഞ്ഞു വന്നത് സൂര്യൻ അസ്തമിച്ചു. അതെ, ചാടിക്കാനുള്ള സമയമായിട്ടുണ്ട്. ചാടിക്കാൻ അങ്ങനെ ഇറങ്ങാൻ വിചാരിച്ചപ്പോഴാണ് നമ്മളൊരു ക്ലയന്റ് വിളിച്ചു. ഇവർക്ക് എന്താ വെച്ചാല് ഇവര് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ മെറ്റാഡ്സ് ചെയ്യണം. നമ്മളെല്ലാവരും മെറ്റാഡ്സ് ചെയ്യുന്നതാണ്. അങ്ങനെ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയപ്പോഴാണ് കോമഡി. അതെ, ഇൻസ്റ്റയിലാണ് കോമഡി കിടക്കുന്നത്. ആൾക്ക് എന്താ വെച്ചാല് പ്രൊഡക്റ്റ് സെല് ചെയ്യണ്ടാണ്. ആള് വന്ന് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറഞ്ഞ നേരത്ത് ആളുടെ പേജ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഇൻസ്റ്റയിലുണ്ട്, ഫേസ്ബുക്കിലും പേജ് ഉണ്ടല്ലേ, ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ വെൽനെസ് പ്രൊഡക്റ്റോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത്. വെൽനെസ് ഐറ്റംസ് അപ്പോ എന്താ വെച്ചാൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ കച്ചാർവായന്റെ ജ്യൂസ് ആ പരിപാടി അതല്ല, കുറച്ചുകൂടി പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ആൾക്ക് എന്താ വെച്ചാല് കസ്റ്റമേഴ്സ് ഇത് വാങ്ങിക്കണം. അപ്പൊ ആളുടെ പേജിലൊന്നുമില്ല. നമ്മളൊരു വെൽനെസ് പ്രൊഡക്റ്റോ കാര്യങ്ങളോ സെല് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ കസ്റ്റമറിന് ട്രസ്റ്റ് വരണം. ആദ്യം ട്രസ്റ്റ് ബിൽഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് സെല് ചെയ്യാൻ കഴിയില്ല. അത് വെൽനെസ് എന്തും അതെ. പിന്നെ വെൽനെസ് ആകുമ്പോ ഒന്നുകൂടി ഒരു ആളുകൾ റിവ്യൂ നോക്കും, കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ. ഇപ്പൊ പെട്ടെന്ന് പോയാണ്ട് ആൾക്കൊരു സാധനം പറഞ്ഞു അതങ്ങനെ പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ ആരും വാങ്ങിക്കില്ല. ഇതെന്താ വെച്ചാല് ആള് ജസ്റ്റ് ഒരു പേജ് മാത്രം തുടങ്ങിയിട്ടുണ്ട്, തീറ്റൊന്നുമില്ല. അപ്പൊ അത് മാത്രം കണ്ടിട്ട് ആരും പ്രോഡക്റ്റ് ഒന്നും വന്ന് നോക്കില്ല. അപ്പോ നമ്മളെന്താ വെച്ചാല് ഒരു കസ്റ്റമർ വരുന്ന നേരത്ത് ആളുടെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ആൾക്ക് പെട്ടെന്ന് സെയിൽ നടക്കണം. ഒരു പ്രൊഡക്റ്റ് വാങ്ങി ആളുകൾ പ്രൊഡക്റ്റ് കണ്ട് അപ്പൊ തന്നെ സെയിൽ നടത്തി ആളെ കൂടി ക്യാഷ് വേണം. ആ രീതിയിലാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റ് കഴിയില്ല. അവർക്ക് പെട്ടെന്ന് മനുഷ്യന്മാരല്ലേ വാങ്ങണ്ടേ, ഇത് വാങ്ങണോ വാങ്ങണ്ടേ. അല്ല, അപ്പോ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആള് മാത്രല്ല നമ്മള് ഭൂമിയിൽ സെയിൽ ചെയ്യണേ, കുറെ ആളുകൾ ഉണ്ടാവും. അതെ, അത് ഒന്നാമത് എന്താ വെച്ചാല് ഇപ്പൊ ഒരുപാടായിട്ട് ഈ മെറ്റാഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 500 രൂപക്ക് ചെയ്യാം, 100 രൂപക്ക് ചെയ്യാം, ഇങ്ങനെയൊക്കെ കുറെ ആഡുകളാണ്. പിന്നെ ഇതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാർ ഓരോന്ന് പറയുന്ന കേട്ടിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടേക്കോ പറഞ്ഞു കേട്ട് ഇങ്ങനെ വന്നാണ്ട് ഇപ്പൊ ആൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. കാരണം ആളുടെ എന്ത് പറഞ്ഞില്ല, ആരോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് വന്നത്. ആരോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലേ, എന്തുകൊണ്ടങ്ങനെ ചെയ്യാൻ പറ്റൂല. നമ്മളെ ആഡ് കണ്ട് ക്ലിക്ക് ചെയ്തോണ്ട് ഇങ്ങോട്ട് വന്ന കസ്റ്റമറാണ്. അപ്പൊ നമുക്ക് നമ്മളെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് നമ്മള് ഷൂട്ട് ചെയ്തു, നാളെ തന്നെ ഇവിടെ നടക്കണം. അപ്പൊ നമ്മള് പറഞ്ഞാലും അത് മനസ്സിലാവണമെന്നില്ല. അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ കുറെ ആൾക്കാരുണ്ട്. സംഭവം അടിപൊളിയാണ്, മെറ്റാഡൊക്കെ സൂപ്പറാണ്. പക്ഷെ നമ്മളെ പേജും കാര്യങ്ങളൊക്കെ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മളെ കടയിൽ പോയി നോക്കൂലേ എന്താ സംഭവം ഉള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വീഡിയോ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ എങ്ങനെ അവിടെ നമ്മൾ വാങ്ങിക്കാം? നിങ്ങൾ വാങ്ങിക്കോ? ആരും വാങ്ങിക്കൂല. എങ്ങനെ വാങ്ങിക്കണോ? ഒരു ട്രസ്റ്റ് ഇല്ലാതെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മള് വാങ്ങിക്കില്ല. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ മാർക്കറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകള് അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ. എന്താ വെച്ചാല് ഈ കുറച്ച് പ്രായമായിട്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. അവർക്ക് എന്തോ ആരോ പറഞ്ഞു കേട്ടു ഫസ്റ്റ് തന്നെ മാർക്കറ്റിലേക്ക് വന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ അത് കിട്ടും, ഇത് കിട്ടും പറഞ്ഞ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചാണ് അവരെ. അത് നമ്മളെ ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ ആദ്യം വന്നിരുന്ന ടൈമില് ആൾക്കാർക്ക് സാധനം വാങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. അതിനാണ് ഈ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ വന്നത്. അതൊന്ന് ശരിക്കും സാധനം കിട്ടുമോ പറ്റിക്കോ, എനിക്കറിയാം, ഓർമ്മ. അപ്പൊ അതേപോലെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു സംഭവം വന്നതാണിപ്പോ അതായത് ആക്റ്റീവായി വന്നില്ലേ നമ്മളെ ഇവിടെ കേട്ടോ വരുന്നുണ്ട്. അതായത് ഈ പ്രായമൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ്. പ്രായമായതല്ല, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ആൾക്കാർ, പൊതുവെ പ്രായമായ ആൾക്കാരുണ്ട്. പിന്നെ അവര് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് അറിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില അറിയുന്ന ആൾക്കാരുണ്ട്, അറിയത്തില്ല. നമ്മളെല്ലാരും ഒരുപോലെ കാണുന്നില്ല. അങ്ങനെ സംഭവം. പക്ഷെ ആളെന്താ വെച്ചാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നത്, നല്ല പ്രോഡക്റ്റ് എല്ലാം ഉണ്ട്. പക്ഷെ ഇതെങ്ങനെ ചെയ്യേണ്ട അറിയില്ല. ആൾക്ക് ധൃതിയായി, പെട്ടെന്ന് ധൃതിയായി. ഓക്കെ നമ്മൾ ഇന്ന് ചെയ്യുന്നു, നാളെ തന്നെ അത് വരുന്നു. ആൾക്ക് എമൗണ്ട് ഒരു പ്രശ്നമല്ല. എമൗണ്ട് പ്രശ്നമല്ല. ആൾക്ക് പണ്ടൊക്കെ പെട്ടെന്ന് സാധനം പോകണം. അതും വെൽനെസ് പ്രൊഡക്റ്റുകള് അങ്ങനൊന്നും വാങ്ങിക്കില്ല. പേജുകൾ ക്രിയേറ്റ് ചെയ്യണം, ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഒക്കെ വരണ്ടേ. നല്ല സാധനം വിൽക്കുക, നല്ല സാധനം വിറ്റാൽ തന്നെ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഒരു ദിവസം വിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ ലോങ് ടൈമില് നമുക്ക് റൺ ചെയ്യാൻ പറ്റൂല. അങ്ങനെ റൺ ചെയ്യണമെന്നാണെങ്കിൽ നല്ല സാധനം തന്നെ. ഈ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ വ്യക്തമായിട്ട് അതൊന്നും എന്താണ് അറിഞ്ഞിട്ട് മാത്രം ചെയ്യാം. കുറെ പേര് വരും,
അതൊന്നും നോക്കരുത്, അറിഞ്ഞിട്ട് ഇപ്പൊ മാത്രം ചെയ്യ്. ഒരു മാർക്കറ്റിംഗ് അല്ല, ഇപ്പൊ പല ടൈപ്പ് മാർക്കറ്റിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിംഗിൽ ഉള്ളത്. അതെ. അപ്പൊ ഏതൊക്കെ മാർക്കറ്റിംഗ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സമയത്ത് ചെയ്യണം എന്ന് കറക്റ്റ് പഠിച്ചിട്ട് ചെയ്യാം. അല്ലാതെ വെറുതെ എവിടെയും കൊണ്ടുപോയിട്ട് നമ്മള് ക്യാഷ് ഇൻവെസ്റ്റ് ചുമ്മാ ചെയ്തുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് ഒരു കാര്യമല്ല. ക്യാഷ് പോകും, വേറെ ഒന്നുമില്ല. അതെ, അപ്പോ ക്യാഷ് പോയാണ്ട് പിന്നെ മാർക്കറ്റിംഗ് കൊണ്ടുപോയാണ്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അറിഞ്ഞ് ചെയ്യാം. മാർക്കറ്റിംഗ് എന്ത് ടൈപ്പ് മാർക്കറ്റിംഗ് ആയാലും അത് അറിഞ്ഞ് ചെയ്യാം. അതെ, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് വരും. അപ്പൊ ഓക്കെ. അപ്പൊ ഓക്കെ, ബൈ.